ഹായ്, ഐഫർ സോഷ്യോളജി ലൈവ് സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാൽകോട്ട് പാഴ്സൺസിനെ കുറിച്ചാണ്. നമ്മുടെ യൂണിറ്റ് വണ്ണിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കറാണ് പാഴ്സൺ. പാഴ്സണെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ JRF ട്രാക്ക് ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ JRF ട്രാക്കിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ജൂൺ എക്സാമിലേക്ക് 3 മാസം കൂടിയാണ് ഉള്ളത്. മാർച്ച്, ഏപ്രിൽ, മെയ് കഴിഞ്ഞ് ജൂണിലാണ് എക്സാം നടക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മാസത്തിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് നെറ്റും JRFും ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മുടെ JRF ട്രാക്കിൻ്റെ ഭാഗമാകാവുന്നതാണ്. സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഓരോ ലൈവ് കഴിയുമ്പോഴും അതിൻ്റെ റെക്കോർഡിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം അടങ്ങിയ രീതിയിലുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചറാണ് നമ്മുടെ JRF ട്രാക്ക് ബാച്ചിനുള്ളത്. അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ സോഷ്യോളജിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് നമുക്കുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾ അംഗമാവുക. ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാഴ്സൺസിലേക്ക് പോകാം. പാഴ്സൺ നമുക്കൊന്ന് പരിചയപ്പെടാം. പാഴ്സൺ ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ആക്ഷൻ തിയറിയുടെ പേരിലാണ് ഫേമസ് ആയിട്ടുള്ളത്. അതുപോലെ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ട്രഡിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു തിങ്കറാണ് ടാൽകോട്ട് പാഴ്സൺസ്. അദ്ദേഹത്തിൻ്റെ തിയറിയെ ഗ്രാൻഡ് തിയറി എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. പാഴ്സൺസ് ഗ്രാൻഡ് തിയറി എന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാകും. അതായത് സൊസൈറ്റിയെക്കുറിച്ച് ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗ്രാൻഡ് തിയറിയാണ് പാഴ്സൺ മുന്നോട്ട് വെക്കുന്നത്. പാഴ്സണെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരാളാണ് തോമസ് ഹോബ്സ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സൂക്ഷിച്ച് നോക്കുക. എന്തായിരിക്കും സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ളത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഗസ് ചെയ്ത് നോക്കുക, എന്താണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ളത്. തോമസ് ഹോബ്സ് എന്നുള്ള ഒരു വെസ്റ്റേൺ ഫിലോസഫറിൻ്റെ കോൺസെപ്റ്റാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ളത്. അതായത് നമ്മളുടെ നേച്ചുറലായിട്ടുള്ള സ്റ്റേറ്റിൽ, മനുഷ്യൻ്റെ നേച്ചുറലായിട്ടുള്ള സ്റ്റേറ്റിൽ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും, നമ്മുടെ ഒരു സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ള ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമേജുകളിൽ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും എന്തായിരിക്കും ഈ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ളത് എന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ പൊളിറ്റിക്കൽ സൊസൈറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഹോബ്സിൻ്റെ ഐഡിയാസാണ്. പ്രീ പൊളിറ്റിക്കൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റംസോ ഓർഡറോ ഒന്നുമില്ലാത്ത ഒരു സൊസൈറ്റി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രീ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സൊസൈറ്റി ഏത് രീതിയിലായിരിക്കും ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ ഒരു സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോബ്സ് പറയുന്നത് മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട്, അതായത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഓർഡറൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സെൽഫിഷാണ്, വളരെ നാസ്റ്റിയാണ് എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ വളരെ സ്വാർത്ഥനാണ്, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ്. അവർ നിരന്തരമായിട്ട് റിസോഴ്സുകൾക്ക് വേണ്ടി, അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കോമ്പറ്റ് ചെയ്യുകയായിരിക്കും. അതുപോലെ അവർക്കിടയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു കോൺഫ്ലിക്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചേഴ്സൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ ഹോബ്സ് പറയുന്നത് എന്താണ്? മനുഷ്യൻ നിരന്തരമായിട്ടുള്ള കോമ്പറ്റീഷനിലായിരിക്കും, കോൺഫ്ലിക്റ്റിലായിരിക്കും, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ലിവിങ് ഇൻ എ പെർപെക്ച്വൽ ഇൻസെക്യൂരിറ്റി. അവരൊരു ഇൻസെക്യൂരിറ്റിയിലാണ് ജീവിക്കുന്നത്. കാരണം അവർ ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യപ്പെടാം. ആളുകൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റാണ് കൂടുതലുള്ളത് കോപ്പറേഷനേക്കാൾ. ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു നേച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും കൂടുതൽ, കോപ്പറേഷൻ അല്ല എന്നുള്ളതാണ് ഇവിടെ ഹോബ്സ് എംഫസൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും ഒരു ഓർഡറിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? സോഷ്യൽ കോൺട്രാക്റ്റിലൂടെയാണ്. അതായത് സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ ഒരു എഗ്രിമെൻറ്റ് വരുന്നതോടുകൂടെയാണ് സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഓർഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഓർഡർ ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഫിയർ. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഫിയർ ഉണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ആ ഒരു ഫിയറും ഇൻസെക്യൂരിറ്റിയാണ് ഈ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റിലേക്ക് അവരെ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഹോബ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാഴ്സണെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറിയാണ് തോമസ് ഹോബ്സിൻ്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ള കോൺസെപ്റ്റ്.
ഈ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ പറയുന്ന കാര്യങ്ങളോട് ഡർക്കീം എഗ്രി ചെയ്യോ അതോ ഡിസഗ്രി ചെയ്യോ? എന്താണ് നിങ്ങളുടെ ഒരു ടേക്ക്? അതായത് ഡർക്കീമിനെ നമുക്ക് ഏറ്റവും അധികം പരിചയമുള്ള ഒരു തിങ്കറാണ്. ഡർക്കീം ഈ ഹോബ്സ് പറഞ്ഞ കാര്യങ്ങളോട് എഗ്രി ചെയ്യാനാണോ സാധ്യത, ഡിസഗ്രി ചെയ്യാനാണോ സാധ്യത? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡർക്കീം ഹോബ്സിനോട് ഡിസഗ്രി ചെയ്തു എന്നുള്ളതാണ്. ഹോബ്സ് പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ സ്വാർത്ഥനായിട്ടുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ആളൊന്നുമല്ല. മനുഷ്യന്മാർ ശരിക്കും എന്താണ്, കോപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഡർക്കീം പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? മോറൽ കമ്മിറ്റ്മെൻറ്റിലൂടെയാണ്, ഫിയറിലൂടെ അല്ല എന്നുള്ളതാണ്. ഹോബ്സ് പറയുന്നത് ഫിയർ കാരണമായിട്ട്, ഇൻസെക്യൂരിറ്റി കാരണമായിട്ടാണ് സോഷ്യൽ കോൺട്രാക്റ്റും അതുപോലെ സോഷ്യൽ ഓർഡറും ഒക്കെ വന്നിട്ടുള്ളത് എന്നതാണ്. എന്നാൽ ഡർക്കീം പറയുന്നത് ഒരു മോറൽ കമ്മിറ്റ്മെൻറ്റിലൂടെയാണ് സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ ഫിയറിലൂടെ അല്ല എന്നുള്ളതാണ്. അതുപോലെ സോഷ്യൽ ബോണ്ടിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് ഡർക്കീം. സൊസൈറ്റിയിലുള്ള ഒരു സോഷ്യൽ സോളിഡാരിറ്റി എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അതുപോലെ തന്നെ മൊറാലിറ്റി എങ്ങനെയാണ് സൊസൈറ്റിയെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് എന്നതൊക്കെയാണ് ഡർക്കീമിയൻ തിയറിയിൽ വരുന്നത് എന്ന് നമുക്കറിയാം. മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഓർഗാനിക് സോളിഡാരിറ്റി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹോബ്സിനോട് ഡർക്കീം ഡിസഗ്രി ചെയ്തു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവത്തിനെ കുറിച്ച് ഹോബ്സ് പറഞ്ഞ കാര്യങ്ങളോട് ഡർക്കീം ഡിസഗ്രി ചെയ്തു. ഡർക്കീം എന്താണോ പറഞ്ഞത് അതേ ഒരു ലൈനാണ് ഇവിടെ പാഴ്സൺ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. പാഴ്സൺ പറയുന്നത് എന്താണ്? ഹ്യൂമൻസ് ഹാവ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് കോപ്പറേഷൻ. ഹോബ്സ് പറഞ്ഞത് എന്താണ്? നാച്ചുറൽ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റിനോടാണ് മനുഷ്യന് നാച്ചുറൽ ആയിട്ടുള്ള ഇൻക്ലിനേഷൻ എന്നുള്ളതാണ്. എന്നാൽ ഡർക്കീം പറഞ്ഞതിനോട് എഗ്രി ചെയ്തുകൊണ്ട് പാഴ്സൺ പറയുന്നത് ഹ്യൂമൻസ് ഹാവ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് കോപ്പറേഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് ഷെയർഡ് വാല്യൂസ് ആൻഡ് നോംസ് ഒക്കെ കൂടിച്ചേരുന്നതാണ്. ഈ വാല്യൂസും നോംസൊക്കെയാണ് സൊസൈറ്റിയെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്, സൊസൈറ്റിയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് പിന്നിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റോള് എത്രത്തോളമാണ് എന്നുള്ളതും പാഴ്സൺ എംഫസൈസ് ചെയ്യുന്നുണ്ട്. പാഴ്സൺ പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരുപാട് വാല്യൂസും മൊറാലിറ്റിയും നിലനിൽക്കുന്നു. ഈ മൊറാലിറ്റീസും വാല്യൂസും ഒക്കെയാണ് സൊസൈറ്റിയിൽ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഹോബ്സ് പറയുന്നത് പോലെയുള്ള ഫിയർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹോബ്സ് പറഞ്ഞത് സൊസൈറ്റിയിലുള്ളത് നാച്ചുറൽ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് കോൺഫ്ലിക്റ്റ് ആണ്. ഒരു ഇൻസെക്യൂരിറ്റി കാരണം ഉണ്ടാകുന്ന ഫിയർ ആണ് ആളുകളെ ഒരുമിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഡർക്കീം അതിനോട് ഡിസഗ്രി ചെയ്തു. ഡർക്കീമിൻ്റെ അഭിപ്രായത്തിനോടാണ് പാഴ്സൺ എഗ്രി ചെയ്തത്. പാഴ്സണും ഡർക്കീമൊക്കെ പറയുന്നത് കോമൺ ആയിട്ടുള്ള വാല്യൂസും നോംസും മൊറാലിറ്റിയും ഒക്കെയാണ് സമൂഹത്തിനെ ഒരുമിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ പാഴ്സണെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കുക, ഓർഡർ റിക്വയർസ് മോറൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതാണ് പാഴ്സൺ എടുത്ത് പറയുന്നത്. അതായത് ആളുകൾക്ക് മൊറാലിറ്റിയോട്, ആ ഒരു സൊസൈറ്റിയുടെ മൊറാലിറ്റിയോട് തോന്നുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ കമ്മിറ്റ്മെൻറ്റിലൂടെയാണ് സൊസൈറ്റിയിൽ ഓർഡർ ഉണ്ടാകുന്നത്. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ സമൂഹത്തിലും നിലനിൽക്കുന്ന കോമൺ ആയിട്ടുള്ള വാല്യൂസ് എന്നുള്ളതാണ്. ഈ കോമൺ ആയിട്ടുള്ള വാല്യൂസിനോട് ആളുകൾക്ക് തോന്നുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, അതാണ് മോറൽ കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെ മോറൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് സോഷ്യൽ ഓർഡർ ഉണ്ടാകുന്നത് എന്നതാണ് ഡർക്കീമും അതുപോലെ പാഴ്സണും പറയുന്നത്. പാഴ്സൺ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം സൊസൈറ്റീസ് എങ്ങനെയാണ് സ്റ്റേബിളായിട്ട് ഫങ്ഷനിങ് ആയിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് സൊസൈറ്റി സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ സൊസൈറ്റീസ് എങ്ങനെയാണ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എജൈൽ ഫ്രെയിംവർക്ക് എന്നുള്ള ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് സൊസൈറ്റി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ സൊസൈറ്റി നിർബന്ധമായിട്ടും ഫുൾഫിൽ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകൾ എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ഡെപ്പിക്ഷനാണ് എജൈൽ എന്ന് പറഞ്ഞത്. അപ്പോൾ എജൈൽ എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹങ്ങളും അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ, ഫങ്ഷണൽ ആയിട്ടുള്ള രീതിയിൽ വിജയിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ട ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ഡെപ്പിക്ഷനാണ്. ഓക്കെ, പാഴ്സൺ പറയുന്നത് എവറി സൊസൈറ്റി ഹാസ് 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റ്സ് എന്നുള്ളതാണ്. അതായത് എല്ലാ സമൂഹങ്ങൾക്കും 4
ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളുണ്ട്. ഈ ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകൾ ഫുൾഫിൽ ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ ആ സമൂഹത്തിന് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, പാസൻ പറയുന്നത് 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകൾ എല്ലാ സൊസൈറ്റിയും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്, ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ഒരു സോഷ്യൽ സിസ്റ്റം സർവൈവ് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകൾ? ഒന്നാമത്തേതാണ് അഡാപ്റ്റേഷൻ, അടുത്തത് ഗോൾ അറ്റൈൻമെൻറ്റ്, പിന്നെ വരുന്നത് ഇൻറ്റഗ്രേഷൻ, പിന്നെ ലേറ്റൻസി. അതാണ് എജൈൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എജൈൽ ഫ്രെയിംവർക്കിൽ വരുന്നത് ഈ 4 കാര്യങ്ങളാണ്: അഡാപ്റ്റേഷൻ, ഗോൾ അറ്റൈൻമെൻറ്റ്, ഇൻറ്റഗ്രേഷൻ, ലേറ്റൻസി. ഇതെന്താണെന്നുള്ളത് കൂടുതൽ വിശദമായിട്ട് നമുക്ക് തുടർന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അക്കോർഡിംഗ് ടു പാസൻ പറയുന്നത് ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വേണ്ട രീതിയിൽ ഫുൾഫിൽ ചെയ്യപ്പെട്ടില്ലെങ്കിൽ അത് സോഷ്യൽ ഓർഡറിനെ ഡിസ്റ്റർബ് ചെയ്യുമെന്നുള്ളതാണ്. അതായത് ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ സോഷ്യൽ ഓർഡർ സർവൈവ് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് പാസൻ പറയുന്നത്. ഓക്കെ, ഇവിടെ പാസൻ സൊസൈറ്റിയെ ഒരു സിസ്റ്റമായിട്ടാണ് കാണുന്നത്. സോഷ്യൽ സിസ്റ്റം എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. എന്താണ് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഈസ് എനി കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് പാർട്സ്, ഒബ്ജക്ട്സ്, തിങ്സ് ഓർ ഓർഗനൈസേഷൻസ്. ഹിയർ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആർ കമ്മിങ് ടുഗദർ ടു ഫോം എ ഹോൾ. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബോഡി. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഹോൾ രൂപപ്പെടുക എന്നുള്ളതാണ് സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ശരീരം. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ എല്ലാ ഭാഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് എല്ലാം വേണ്ട രീതിയിൽ ഫുൾഫിൽ ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ബോഡി എന്നുള്ള ഹ്യൂമൻ ബോഡി എന്നുള്ള സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പാസൻ സൊസൈറ്റിയെ ഒരു സോഷ്യൽ സിസ്റ്റമായിട്ടാണ് കാണുന്നത്. സോഷ്യൽ സിസ്റ്റം ഹ്യൂമൻ ബോഡി പോലെയാണ്, ഒരു സിസ്റ്റമാണ്. അതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകളുണ്ട്. ഈ കമ്പോണൻറ്റുകളെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഫുൾഫിൽ ചെയ്യുമ്പോഴായിരിക്കും സൊസൈറ്റി സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാസൻ സൊസൈറ്റിയെ ഒരു സോഷ്യൽ സിസ്റ്റം, ഒരു സിസ്റ്റമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ എന്താണ് സിസ്റ്റംസ് തിയറി എന്ന് പറഞ്ഞാൽ? ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസിനോട് ഈ സിസ്റ്റം എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് സിസ്റ്റം തിയറി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സെറ്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പാണ്. അതായത് ഒരുപാട് ആളുകൾ കൂടിച്ചേരുക എന്നുള്ളതാണല്ലോ സൊസൈറ്റി. ആ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സോഷ്യൽ ഓർഡറാണ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മനുഷ്യൻ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അതിനകത്ത് ഒരുപാട് സങ്കീർണതകൾ ഉണ്ടാകും. അതിനെയാണ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ സിസ്റ്റം ഈസ് എ പ്ലൂരാലിറ്റി ഓഫ് ആക്ടേഴ്സ്. പ്ലൂരാലിറ്റി ഓഫ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പല രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സിസ്റ്റമാണ് സോഷ്യൽ സിസ്റ്റം. സോഷ്യൽ സിസ്റ്റം റെഗുലേറ്റ് ആൻഡ് ഗൈഡ് ഹ്യൂമൻ ആക്ഷൻസ്. ഈ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്ന ആളുകളുടെ ജീവിതത്തിന് റെഗുലേറ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്നുള്ള ഒരു റോളാണ് ഈ സോഷ്യൽ സിസ്റ്റം ചെയ്യുന്നത്. അതുപോലെ ഫാമിലീസ്, കിൻഷിപ്പ്, ഇതൊക്കെ നമുക്ക് സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാസൻ സൊസൈറ്റിയെ ഒരു സിസ്റ്റമായിട്ടാണ് കാണുന്നത്. സോഷ്യൽ സിസ്റ്റം എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റംസ് തിയറിയിലൂടെ ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസിനോട് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഓക്കെ, പാസൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സൊസൈറ്റി ഈസ് എ മൂവിങ് ഇക്വിലിബ്രിയം എന്നുള്ളത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തുലിതാവസ്ഥ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. മനുഷ്യ ശരീരം എന്നുള്ളത് ഒരു സിസ്റ്റമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ സിസ്റ്റം ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഇക്വിലിബ്രിയത്തിൽ പോകണം അല്ലേ? അതുപോലെ തന്നെയാണ് സൊസൈറ്റിയും. സൊസൈറ്റിയിലും ഒരു ഇക്വിലിബ്രിയം ആവശ്യമാണ് എന്നുള്ളതാണ് പാസൻ പറയുന്നത്. സൊസൈറ്റി ഈസ് എ മൂവിങ് ഇക്വിലിബ്രിയം. നിങ്ങളൊരു ബൈക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം എക്സാമ്പിളായിട്ട് എടുക്കുക. ആ വാഹനത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ആ ഓരോ ഭാഗങ്ങളും അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു ഭാഗം മാൽ ഫങ്ഷൻ ആയാൽ പോലും അത് സ്റ്റോപ്പ് ആവുകയോ എന്തെങ്കിലും അപകടം സംഭവിക്കുകയൊക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് സോഷ്യൽ സിസ്റ്റം. സൊസൈറ്റി എന്നുള്ളത് എന്താണ്? ഒരു മൂവിങ് ഇക്വിലിബ്രിയമാണ്. ആ
ആ മൂവിങ് ഇക്വിലിബ്രിയത്തിന് ഓരോ പാർട്സ് ഉണ്ട്, ഓരോ പാർട്സിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അതാണ് പാഴ്സൺ ഉദ്ദേശിക്കുന്നത്. എ മൂവിങ് സിസ്റ്റം വിത്ത് 4 ഇൻ്റർ റിലേറ്റഡ് സബ് സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് വലിയൊരു സിസ്റ്റമാണ്, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിന് വിളിക്കുന്നത് മൂവിങ് ഇക്വിലിബ്രിയം എന്നുള്ളതാണ്. ഈ സിസ്റ്റത്തിന് 4 സബ് പാർട്ടുകളുണ്ട്, സബ് സിസ്റ്റംസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സബ് സിസ്റ്റംസ് ആർ ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഫങ്ഷൻ ഇൻ ആൻ ഇക്വിലിബ്രിയം. അതായത് സൊസൈറ്റി എന്നുള്ള സിസ്റ്റം, അതിൽ 4 സബ് സിസ്റ്റം, ഈ സബ് സിസ്റ്റംസ് ഒരു സന്തുലിതമായിട്ടുള്ള അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ എജൈൽ എന്നുള്ള സംഗതി എങ്ങനെയാണ് പാഴ്സൻ്റെ ആക്ഷൻ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ്. എജൈൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അഡാപ്റ്റേഷൻ, ഗോൾ അറ്റൈൻമെൻറ്റ്, ഇൻ്റഗ്രേഷൻ, ലേറ്റൻസി എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് പാഴ്സൻ്റെ ഈ ഒരു സോഷ്യൽ സിസ്റ്റവുമായിട്ട്, ആക്ഷൻ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് 4 സബ് സിസ്റ്റത്തിനെ കുറിച്ചും 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു സൊസൈറ്റി ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ 4 അടിസ്ഥാനപരമായിട്ടുള്ള ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകൾ ഫുൾഫിൽ ചെയ്യപ്പെടണം. ഇത് ഫുൾഫിൽ ചെയ്യപ്പെട്ടില്ല എങ്കിൽ സൊസൈറ്റി സർവൈവ് ചെയ്യില്ല എന്നതാണ് പാഴ്സൺ പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ 4 സബ് സിസ്റ്റംസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സൊസൈറ്റി എന്നുള്ളത് ഒരു വലിയ സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിന് 4 സബ് സിസ്റ്റംസ് ഉണ്ട്. ഈ സബ് സിസ്റ്റംസ് ഒരു ഇക്വിലിബ്രിയത്തിൽ പോയാൽ മാത്രമേ സൊസൈറ്റി സർവൈവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ സബ് സിസ്റ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് ബിഹേവിയറൽ ഓർഗാനിസം എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എൻവിറോൺമെൻറ്റ് വേണം അല്ലേ. അതായത് നമുക്ക് ജീവിക്കാൻ ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു സ്ഥലങ്ങൾ വേണം, ആ സ്ഥലത്തിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് എനർജി ആവശ്യമാണ്, നമുക്ക് ഫിസിക്കലായിട്ടുള്ള നീഡ്സ് ഉണ്ട്, ബയോളജിക്കലായിട്ടുള്ള നീഡ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്യുക, അതുപോലെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എൻവിറോൺമെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഈ ബിഹേവിയറൽ ഓർഗാനിസം എന്നുള്ള ഒരു സബ് സിസ്റ്റംസിൽ വരുന്നത്. ഇറ്റ് ഈസ് ദി ആക്ഷൻ സിസ്റ്റം ദാറ്റ് ഹാൻഡിൽസ് ദി അഡാപ്റ്റേഷൻ ഫങ്ഷൻ ബൈ അഡ്ജസ്റ്റിംഗ് ടു ആൻഡ് ട്രാൻസ്ഫോമിങ് ദി എക്സ്റ്റേണൽ വേൾഡ്. അതായത് നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് നമ്മൾ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബിഹേവിയറൽ ഓർഗാനിസം എന്നുള്ള ഭാഗത്ത് വരുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യം എക്കണോമിയാണ്. കാരണം നമ്മൾ എവിടെ ചെന്നാലും അവിടെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നതിൽ ഏറ്റവും അധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം അവിടെയുള്ള ഒരു എക്കണോമി ആയിരിക്കും. കാരണം നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എക്കണോമിയിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സബ് സിസ്റ്റം, ബിഹേവിയറൽ ഓർഗാനിസം എന്നുള്ളത്. രണ്ടാമതായിട്ട് വരുന്നത് പേഴ്സണാലിറ്റി സിസ്റ്റം എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സൊസൈറ്റിയിലെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇൻഡിവിജ്വൽ ലെവലിൽ എങ്ങനെയാണ് ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നവരാണ്. ഇങ്ങനെ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ നമ്മൾ ഓരോ വ്യക്തികളാണ്. അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സൊസൈറ്റിയിൽ നമുക്കുള്ള ഒബ്ലിഗേഷൻസിനെ നമ്മൾ എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, മോട്ടിവേഷൻസ്, ഇതൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ഫുൾഫിൽ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ പെർസ്യൂ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പേഴ്സണാലിറ്റി സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ എങ്ങനെ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്ന സബ് സിസ്റ്റം. മൂന്നാമതായിട്ട് വരുന്നത് സോഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഇൻവോൾവിങ് ടു പീപ്പിൾ ആൻഡ് മോർ, റോൾ സ്റ്റാറ്റസ്, റോൾ എക്സ്പെക്റ്റേഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ഒരു സോഷ്യൽ സിസ്റ്റം ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് റോൾസും സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാകും. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള റോളുകൾ ഉണ്ടാകും. ഈ റോളിനനുസരിച്ച് കൊണ്ടുള്ള റോൾ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും. ഇതൊക്കെ ആളുകൾ ഫുൾഫിൽ ചെയ്യുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ്. ആളുകൾ ഒരുമിച്ച് ചേരുന്നു, പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു. ആ ഒരു ഇൻട്രാക്ഷനാണ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് അവരുടെ റോൾ എന്താണോ ആ റോൾ അവർക്ക് പെർഫോം ചെയ്യാനും അവരുടെ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. ആ ഒരു ഇൻട്രാക്ഷൻസിനെയാണ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സോഷ്യൽ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് സൊസൈറ്റിയിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ സാധ്യമാകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സബ് സിസ്റ്റം, സോഷ്യൽ സിസ്റ്റം എന്നുള്ളത്.
അടുത്തായിട്ട് വരുന്നത് കൾച്ചറൽ സിസ്റ്റം എന്നുള്ളതാണ്. കൾച്ചറൽ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമാറ്റീവ് പാറ്റേൺസ്, നോർമാറ്റീവ് ഓർഡർ എന്നുള്ളതൊക്കെയാണ്. അതായത് എല്ലാ സമൂഹങ്ങളിലും ആ സമൂഹം വിശ്വസിക്കുന്ന ഒരുപാട് പൊതുവായിട്ടുള്ള വിശ്വാസങ്ങളും വാല്യൂസും ഒക്കെ ഉണ്ടാകും. ഈ വിശ്വാസങ്ങളും വാല്യൂസൊക്കെയാണ് ആ ഒരു സമൂഹത്തിൻ്റെ കൾച്ചറായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. ഈ കൾച്ചറിനെയാണ് കൾച്ചറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നോർമാറ്റീവായിട്ട് ആളുകളുടെ മനസ്സിലുള്ള കുറേ വിശ്വാസങ്ങൾ, അതുപോലെ നോംസ്, വാല്യൂസൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോർമാറ്റീവ് ഓർഡർ, അതുപോലെ ഈ നോർമാറ്റീവ് ഓർഡറാണ് സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ കൺട്രോൾ സാധ്യമാക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ തെറ്റാണ്, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സമൂഹങ്ങളിലും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ആയിക്കൊണ്ട് ആരെങ്കിലും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഒരു സോഷ്യൽ കൺട്രോൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. അതാണ് കൾച്ചറൽ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കൾച്ചറൽ സിസ്റ്റമാണ് നമ്മൾ നേരത്തെ കണ്ട എജൈലിലുള്ള ലേറ്റൻസി എന്നുള്ള ഫംഗ്ഷൻ ഫുൾഫിൽ ചെയ്യുന്നത്. ലേറ്റൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയിലുള്ള കൾച്ചറൽ പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സബ് സിസ്റ്റംസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തേത് ബിഹേവിയറൽ ഓർഗാനിസം എന്നുള്ളതാണ്. നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിനോട്, നമ്മുടെ എൻവിറോൺമെൻറ്റിനോട് നമ്മൾ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ബയോളജിക്കൽ നീഡ്സ് നമ്മൾ എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് പേഴ്സണാലിറ്റി സിസ്റ്റം എന്നുള്ളതാണ്. നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മുടെ ഒബ്ലിഗേഷൻസ് എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യുന്നത്, ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പേഴ്സണാലിറ്റി സിസ്റ്റം എന്നുള്ളതിൽ വരുന്നത്. അതുപോലെ സോഷ്യൽ സിസ്റ്റം എന്നുള്ളതിൽ വരുന്നത് ആളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആണ്. ഈ ഇൻട്രാക്ഷൻസിലൂടെയാണ് സൊസൈറ്റിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾക്കിടയിൽ ഒരു ഇൻ്റഗ്രേഷൻ സാധ്യമാകുന്നത്. അവസാനമായിട്ട് വരുന്നത് കൾച്ചറൽ സിസ്റ്റം എന്നുള്ളതാണ്. ഓരോ സൊസൈറ്റിയിലുള്ള ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് വാല്യൂസ് ഉണ്ടാകും, നോംസ് ഉണ്ടാകും. ഈ വാല്യൂസും നോംസും ഒക്കെയാണ് അവരുടെ കൾച്ചറൽ സിസ്റ്റമായിട്ട് മാറുന്നത്. ഈ കൾച്ചറൽ സിസ്റ്റം ആളുകളെ ഗൈഡ് ചെയ്യുന്നു, എന്താണ് ചെയ്യാൻ പറ്റുക, എന്താണ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഒരു സോഷ്യൽ കൺട്രോൾ സാധ്യമാകുന്നതും ഈ ഒരു കൾച്ചറൽ സിസ്റ്റത്തിലൂടെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് 4 സബ് സിസ്റ്റംസിനെ കുറിച്ചാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളെ കുറിച്ചാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു എജൈലിൻ്റെ ഭാഗമായിട്ട് വരുന്ന 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പാസൺ പറയുന്നത് എന്താണ്? സൊസൈറ്റിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഈ 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളും ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതാണ്. ഈ 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകൾ ഫുൾഫിൽ ചെയ്യപ്പെടാത്തൊരു സാഹചര്യത്തിൽ സൊസൈറ്റി ഡിസ്ഫങ്ഷണൽ ആകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് അഡാപ്റ്റേഷൻ എന്നുള്ളതാണ്. അഡാപ്റ്റേഷൻ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അഡാപ്റ്റിംഗ് ടു ദ എൻവിറോൺമെൻറ്റ്, അതുപോലെ ഗ്യാതറിങ് റിസോഴ്സസ്, പ്രൊഡ്യൂസിങ് കമ്മോഡിറ്റീസ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക, എൻവിറോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അഡാപ്റ്റേഷൻ എന്നുള്ളതാണ് പാസൺ പറയുന്ന ഒന്നാമത്തെ ഫങ്ഷണൽ പ്രീറെക്വിസിറ്റായിട്ട് വരുന്നത്. ഈ ഒരു അഡാപ്റ്റേഷൻ എന്നുള്ള ഫങ്ഷണൽ പ്രീറെക്വിസിറ്റിനെ ഫുൾഫിൽ ചെയ്യുന്ന സബ് സിസ്റ്റം ഏതാണ്? ബിഹേവിയറൽ സിസ്റ്റമാണ്. ബിഹേവിയറൽ ഓർഗാനിസമാണ് ഈ ഒരു അഡാപ്റ്റേഷൻ എന്നുള്ള ഫങ്ഷനെ ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? എബിലിറ്റി ടു ഇൻട്രാക്ട് വിത്ത് ദ എൻവിറോൺമെൻറ്റ്. നമ്മുടെ എൻവിറോൺമെൻറ്റുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള, നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, ഓരോ സാഹചര്യങ്ങളിലും ഉള്ള ആളുകളുടെ ജീവിതം വ്യത്യസ്തമായിരിക്കില്ല. ഇപ്പോൾ അന്റാർട്ടിക്കയുടെ ആ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഭാഗത്ത് ജീവിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയായിരിക്കില്ല ആഫ്രിക്കയിൽ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ജീവിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ. അങ്ങനെ ഓരോ ആളുകളും എവിടെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ആവശ്യമാണ്. ഈ റിസോഴ്സസ് കൃത്യമായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക എന്നുള്ളത് ആവശ്യമാണ്. അത് പ്രധാനമായിട്ട് നടക്കുന്നത് ഒരു എക്കണോമിക് സിസ്റ്റത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളിൽ ഒന്നാമതായിട്ട് വരുന്നത് അഡാപ്റ്റേഷൻ എന്നുള്ള ഫംഗ്ഷനാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ എൻവിറോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ബിഹേവിയറൽ സിസ്റ്റം അല്ലെങ്കിൽ ബിഹേവിയറൽ ഓർഗാനിസം എന്നുള്ള സബ് സിസ്റ്റമാണ് ഈ ഒരു ഫംഗ്ഷൻ ഫുൾഫിൽ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ഗോൾ അറ്റൈൻമെൻറ്റ് എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്നുള്ള നിലക്കാണെങ്കിലും അതുപോലെ സമൂഹത്തിനാണെങ്കിലും കൃത്യമായിട്ടുള്ള ഗോൾസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഫങ്ഷണൽ പ്രീറെക്വിസിറ്റ് ആയിട്ടാണ് പാസൺ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഗോളിനെ, ഈ ഒരു ഫംഗ്ഷനെ ഫുൾഫിൽ ചെയ്യുന്നത് പേഴ്സണാലിറ്റി സിസ്റ്റമായിരിക്കും. പേഴ്സണാലിറ്റി സിസ്റ്റത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ ഒരു ഗോൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തീരുമാനിക്കുന്നതും അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നതും. അതുപോലെ തന്നെ പേഴ്സണൽ ലെവലിൽ മാത്രമല്ല സൊസൈറ്റിക്കാണെങ്കിലും ഇതുപോലെ ഗോൾസ് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ്
ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആയിട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ള ഒരുപാട് ഗോൾസും ഡ്രീംസും ഒക്കെയാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്. അതായത് ഇങ്ങനെ ആളുകൾ ഇരുന്നു കൊണ്ട് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഡിഫൈൻ ചെയ്തിട്ടുള്ള ഗോൾസാണ്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഗോൾസ് ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു സൊസൈറ്റീൻ്റെയും സർവൈവലിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമതായിട്ട് വരുന്ന ഫംഗ്ഷനാണ്, ഫംഗ്ഷണൽ പ്രീറെക്വിസിറ്റ് ആണ് ഗോൾ അറ്റൈൻമെൻറ്റ് എന്നുള്ളത്. ഇൻഡിവിജ്വൽസിനാണെങ്കിലും സൊസൈറ്റിക്കാണെങ്കിലും ജീവിതത്തിനെ കുറിച്ച്, സമൂഹത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഗോൾസ് ഉണ്ടാവുക, അത് ഡിഫൈൻഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഗോൾ അറ്റൈൻമെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് ഇൻറ്റഗ്രേഷൻ എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റം ആകുമ്പോൾ ഒരുപാട് കമ്പോണൻറ്റുകളുണ്ട്. ഈ കമ്പോണൻറ്റുകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള റോൾസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ റോൾസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഇടയിൽ കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ ആവശ്യമാണ്. ഈ കോർഡിനേഷൻ ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഇൻറ്റഗ്രേഷൻ എന്നുള്ളൊരു ഫംഗ്ഷൻ നടക്കുകയുള്ളൂ. ഈ ഇൻറ്റഗ്രേഷൻ എന്നുള്ള ഫംഗ്ഷൻ ഉറപ്പ് വരുന്നത് സോഷ്യൽ സിസ്റ്റം എന്നുള്ള സബ് സിസ്റ്റമാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതുപോലെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ളൊരു സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലീഗൽ സിസ്റ്റം, അതുപോലെ ജസ്റ്റിസ് സിസ്റ്റം, ഇതൊക്കെ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു നിയമം ലംഘിക്കപ്പെടുമ്പോൾ അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളത് ഓരോ സൊസൈറ്റിയുടെയും ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു ഇൻറ്റഗ്രേഷൻ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ പരസ്പരം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, മൊത്തത്തിലുള്ളൊരു ഹാർമണൈസേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണ് ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലാംഗ്വേജ് എന്നുള്ളൊരു കാര്യം എടുക്കുക. ലാംഗ്വേജ് ആണ് ശരിക്കും ആളുകൾക്കിടയിലുള്ള ഒരു ഇൻട്രാക്ഷനെ ഈസി ആക്കുന്നത്. അങ്ങനെ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടാകുന്നതോടുകൂടെ സൊസൈറ്റിയിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഹാർമണൈസേഷൻ ഉണ്ടാവുകയും ബെറ്റർ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ ഫങ്ഷണൽ പ്രീറെക്വിസിറ്റ് ആണ് ഇൻറ്റഗ്രേഷൻ. സൊസൈറ്റിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ പരസ്പരം കണക്റ്റഡ് ആയിരിക്കുക, കോർഡിനേറ്റഡ് ആയിരിക്കുക, യുണൈറ്റഡ് ആയി നിൽക്കുക എന്നുള്ളതാണ് ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാലാമതായിട്ട് വരുന്നതാണ് ലേറ്റൻസി അല്ലെങ്കിൽ പാറ്റേൺ മെയിൻ്റെനൻസ് എന്നുള്ളത്. ഓരോ സമൂഹങ്ങളിലും അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കൾച്ചറൽ പാറ്റേൺസ് ഉണ്ടാവും. എന്താണ് ശരി, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളതിലൊക്കെ ഒരുപാട് പാറ്റേൺസ് ഉണ്ടാവും. ഈ പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ ആ സൊസൈറ്റിയിൽ ഒരു ഓർഡർ നിലനിൽക്കുകയുള്ളൂ. ഈ ഒരു ഫംഗ്ഷൻ, അതായത് ലേറ്റൻസി എന്നുള്ളൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ ഓഫ് കൾച്ചറൽ പാറ്റേൺസ് ഫുൾഫിൽ ചെയ്യുന്നത് കൾച്ചറൽ സിസ്റ്റമാണ്. കൾച്ചറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരുപാട് വാല്യൂസും നോംസൊക്കെ ഉണ്ടാകുന്നതും അത് നിലനിൽക്കുന്നതും. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തുള്ള കാര്യമാണ് ഫാമിലിയിലൂടെയാണ് ഓരോ ജനറേഷൻസ് അവരുടെ വാല്യൂസ് പഠിക്കുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇത്തരത്തിലുള്ള കൾച്ചറൽ വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓരോ സൊസൈറ്റിയിലുള്ള നോംസ് വാല്യൂസൊക്കെ ഈ ഒരു കൾച്ചറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ എൻഷുറിങ് കൺഫോമിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റി പൊതുവായിട്ട് എന്താണോ അക്സെപ്റ്റഡ് ആയിട്ട് കണക്കാക്കുന്നത് അതിനോട് കൺഫേം ആയാൽ മാത്രമേ, ആളുകൾ അതിനോടൊരു കൺഫോമിറ്റി കാണിച്ചാൽ മാത്രമേ സൊസൈറ്റിയിൽ ഓർഡർ നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറൽ പാറ്റേൺസ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അല്ലാതെ സൊസൈറ്റിയിൽ എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ മെമ്പേഴ്സ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ഒരു സോഷ്യൽ ഡിസോർഡർ ആയിരിക്കും ഉണ്ടാകുന്നത്, ഡിസ്ഫങ്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേറ്റൻസി എന്നുള്ളതാണ് നാലാമത്തെ ഫങ്ഷണൽ പ്രീറെക്വിസിറ്റ്. അത് ഫുൾഫിൽ ചെയ്യുന്ന സബ് സിസ്റ്റമാണ് കൾച്ചർ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഈ 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളെ കുറിച്ചിട്ടാണ് എജൈൽ ഫ്രെയിംവർക്കിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് അഡാപ്റ്റേഷൻ എന്നുള്ളതാണ്. നമ്മുടെ എൻവിറോൺമെൻറ്റിനോട് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഫുൾഫിൽ ചെയ്യുന്നത് ബിഹേവിയറൽ സിസ്റ്റമാണ്. ഗോൾ അറ്റൈൻമെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗോൾസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ ഗവൺമെൻറ് പോളിസീസൊക്കെ ഇത്തരത്തിൽ ഗോൾ അറ്റൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട്
വരുന്നതാണ്. ഇവിടെ വരുന്ന സിസ്റ്റം പേഴ്സണാലിറ്റി സിസ്റ്റമാണ്. അതുപോലെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ പരസ്പരം ഹാർമണൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഫംഗ്ഷനെ ഫുൾഫിൽ ചെയ്യുന്നത് സോഷ്യൽ സിസ്റ്റമാണ് എന്നുള്ളത് ഓർക്കുക. ലേറ്റൻസി എന്ന് പറഞ്ഞാൽ കൾച്ചറൽ പാറ്റേൺസിനെ കൃത്യമായിട്ട് പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സബ് സിസ്റ്റത്തിനെ കുറിച്ചും 4 ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഹോബ്സിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നേച്ചറിനെ കുറിച്ച് ഹോബ്സ് പറയുന്നത് മനുഷ്യൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ജീവിയാണ് എന്നുള്ളതാണ്. എന്നാൽ ഡർക്കിയം അതിനോട് ഡിസഗ്രി ചെയ്യുന്നു. അങ്ങനെ സെൽഫിഷ് ഒന്നല്ല, മനുഷ്യൻ കോപ്പറേറ്റ് ചെയ്യുന്ന, പരസ്പരം സഹകരിക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ളതാണ്. ഡർക്കിയം എന്താണോ പറഞ്ഞത് അതാണ് പാർസൺ ഫോളോ ചെയ്യുന്നത്. പാർസൺ പറഞ്ഞത് ഹ്യൂമൻസ് ഹാവ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് കോപ്പറേഷൻ എന്നുള്ളതാണ്. ഹോബ്സ് പറഞ്ഞത് നാച്ചുറൽ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഹോബ്സിനോട് ഡിസഗ്രി ചെയ്തുകൊണ്ട് പാർസണും അതുപോലെ ഡർക്കിയമും പറയുന്നത് കോപ്പറേഷനാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവം എന്നുള്ളതാണ്. ഇങ്ങനെ കോപ്പറേഷനിലൂടെ മോറൽ കമ്മിറ്റ്മെൻറ്റിലൂടെയാണ് ഒരു സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നതാണ് പാർസൺ ആർഗ്യൂ ചെയ്യുന്നത്. സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മോറൽ കമ്മിറ്റ്മെൻറ്റ് സൊസൈറ്റിയിൽ ആവശ്യമാണ് എന്നത് അവർ പ്രത്യേകം എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പാർസൺ പറയുന്നത് എല്ലാ സൊസൈറ്റിയിലും 4 ഫങ്ഷണൽ ആയിട്ടുള്ള പ്രീറെക്വിസിറ്റുകളുണ്ട്. ഈ ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകൾ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ആ സൊസൈറ്റിക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തായിട്ട് പറയുന്നൊരു വാക്ക് സൊസൈറ്റി ഈസ് എ മൂവിങ് ഇക്വിലിബ്രിയം എന്നുള്ളതാണ്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു മൂവിങ് ഇക്വിലിബ്രിയം ആണ്. അതിനകത്ത് 4 സബ് സിസ്റ്റംസ് ഉണ്ട്. ഈ 4 സബ് സിസ്റ്റംസും ഒരു സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ സൊസൈറ്റി ഒരു മൂവിങ് ഇക്വിലിബ്രിയം ആണ് എന്ന രീതിയിലാണ് പാർസൺ സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഏതൊക്കെ സബ് സിസ്റ്റംസ് ആണ് വരുന്നത്? ഒന്നാമതായിട്ട് വരുന്നത് ബിഹേവിയറൽ ഓർഗാനിസം എന്നുള്ളതാണ്. നമ്മുടെ ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതാണ് ബിഹേവിയറൽ ഓർഗാനിസം. പിന്നെ വരുന്നത് പേഴ്സണാലിറ്റി സിസ്റ്റം, അടുത്തായിട്ട് വരുന്നത് സോഷ്യൽ സിസ്റ്റം, പിന്നെ കൾച്ചറൽ സിസ്റ്റം. ഇങ്ങനെ 4 സബ് സിസ്റ്റംസ് കൂടി ചേരുമ്പോഴാണ് സൊസൈറ്റി എന്നുള്ള വലിയ സോഷ്യൽ സിസ്റ്റം എന്നുള്ള ഒരു വലിയ സിസ്റ്റം ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പാർസൻ്റെ എജൈൽ ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. ഈ എജൈൽ ഫ്രെയിംവർക്കിലാണ് അദ്ദേഹം സൊസൈറ്റി എങ്ങനെയാണ് സ്റ്റേബിളായിട്ട് ഫങ്ഷണലായിട്ട് മുന്നോട്ട് പോകുന്നത്, അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഫങ്ഷണൽ പ്രീറെക്വിസിറ്റുകൾ എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തത് അഡാപ്റ്റേഷൻ, രണ്ടാമത്തത് ഗോൾ അറ്റൈൻമെൻറ്റ്, മൂന്നാമത്തത് ഇൻറ്റഗ്രേഷൻ, നാലാമത്തത് ലേറ്റൻസി. അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എൻവിറോൺമെൻറ്റിനോട് അഡാപ്റ്റ് ചെയ്യുക. ഗോൾ അറ്റൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോൾസ് ഡിഫൈൻ ചെയ്യുക. ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അതുപോലെ കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യുക. ലേറ്റൻസി എന്ന് പറയുമ്പോൾ കൾച്ചറൽ പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സിസ്റ്റംസ് നിങ്ങൾ ഓർക്കുക. അഡാപ്റ്റേഷൻ എന്നുള്ള ഫങ്ഷൻ ഫുൾഫിൽ ചെയ്യുന്നത് ബിഹേവിയറൽ സിസ്റ്റമാണ്. ഗോൾ അറ്റൈൻമെൻറ്റ് എന്നുള്ള ഫങ്ഷൻ ഫുൾഫിൽ ചെയ്യുന്നത് പേഴ്സണാലിറ്റി സിസ്റ്റമാണ്. ഇൻറ്റഗ്രേഷൻ എന്നുള്ള ഫംഗ്ഷൻ ഫുൾഫിൽ ചെയ്യുന്നത് സോഷ്യൽ സിസ്റ്റമാണ്. ലേറ്റൻസി എന്നുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ പാറ്റേൺ മെയിൻ്റനൻസ് എന്നുള്ള ഫംഗ്ഷൻ ഫുൾഫിൽ ചെയ്യുന്നത് കൾച്ചറൽ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ താൽക്കോട്ട് പാർസൻ്റെ ഗ്രാൻഡ് തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്.